നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മരിയ ജയ്. പ്രധാന വാർത്തകൾ. ക്രിസ്തീയ വിശ്വാസത്തെ വേട്ടയാടുന്നത് എന്തിനെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. വിവിധ രൂപതകളിൽ നിന്നുള്ള കുട്ടികളുടെ പ്രതിഭാസംഗമത്തിൽ മെൽവിൻ ജോർജ് മാത്യു, സീറോ മലബാർ സഭ പ്രതിഭ. BCM കോളേജും ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസസും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ രാജപുരം കോളേജിലെ NCC കേഡറ്റും. ഹ്യൂസ്റ്റണിൽ ഫാമിലി ബോണ്ടിംഗ് വാർഷിക ഉദ്ഘാടനം. ക്നാനായ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉഴവൂർ ബ്രാഞ്ച് പുതിയ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ക്രിസ്തുമസ് ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ തീവ്രവാദ മനോഭാവത്തോടെ നടന്ന അതിക്രമങ്ങൾ വേദനാജനകമാണെന്ന് CBCI പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത്. വിദേശ മതമെന്ന് പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തെ വേട്ടയാടുന്നത് എന്തിനാണ്? ക്രിസ്തീയ വിശ്വാസം ഭാരതത്തിന്റെ കൂടി മതമാണ്. അതിന് കൃത്യവും വ്യക്തമായതുമായ ചരിത്രമുണ്ടെന്ന് മാർ താഴത്ത് പറഞ്ഞു. നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ് ക്രിസ്തുമതം. യഥാർത്ഥത്തിൽ ഇവിടെ മതപരിവർത്തനം നടന്നിരുന്നെങ്കിൽ ക്രൈസ്തവരുടെ എണ്ണം കുറയില്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ നടന്ന അതിക്രമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണെന്ന് ഭരണകർത്താക്കൾ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതെല്ലാം തീവ്രവാദികൾ നടത്തുന്നതാണെന്ന് പറഞ്ഞ് ഭരണകർത്താക്കൾ പാലിക്കുന്ന മൗനവും നിഷ്ക്രിയത്വവും ഭാരതത്തിന്റെ ആത്മാവിനും ഭരണഘടനയ്ക്കും എതിരാണ്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും മാർഗം മാത്രം സ്വീകരിക്കുന്ന ക്രൈസ്തവ സമൂഹം തന്നെയാണ് രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയത്. ഇത് മറക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത്തരം മറക്കലും മൗനവുമാണ് തീവ്രവാദികൾ എന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതും. എന്നാൽ ഇതിന്റെ പേരിൽ രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളാകാതെ മാറി നിൽക്കില്ലെന്നും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ പ്രതിഭാസംഗമം 2025 ഡിസംബർ 26, 27, 28 തീയതികളിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടത്തപ്പെട്ടു. സഭയിലെ വിവിധ രൂപതകളിലെ സൺഡേ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും മാതൃകാപരമായ വിശ്വാസ പരിശീലനം നേടുന്നവരെ സഭാതലത്തിൽ ആദരിക്കുന്നതിനുള്ള വേദിയാണ് പ്രതിഭാസംഗമം. ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുക, സഭയോടുള്ള സ്നേഹത്തിൽ വളരുക, സീറോ മലബാർ സഭാംഗങ്ങൾ എന്ന നിലയിലുള്ള ക്രൈസ്തവ വ്യക്തിത്വത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക, സഭയെന്ന നിലയിൽ ഒന്നിച്ചു വളരുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് എല്ലാ വർഷവും സഭാസ്ഥാനത്ത് വെച്ച് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സീറോ മലബാർ കാറ്റഗറ്റിക്കൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സംഗമത്തിൽ വെച്ച് സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതിഭകളെ ആദരിച്ചു. കോട്ടയം അതിരൂപത, മറ്റക്കര, മണ്ണൂർ സെയിന്റ് ജോർജ് ക്നാനായ കത്തോലിക്ക പള്ളി ഇടവക എളപ്പാനിക്കൽ മെൽവിൻ ജോർജ് മാത്യു സീറോ മലബാർ സഭ പ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് പുളിക്കൽ, കമ്മീഷൻ അംഗം മാർ പോൾ ആലപ്പാട്ട് എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോഷി പാണമ്പറമ്പിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ, ഫാദർ മനു MST, സിസ്റ്റർ ജിസ്ലറ്റ് MSJ, സിസ്റ്റർ ഡവീന, ജെബിൻ, സച്ചിൻ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. വിവിധ രൂപതകളിൽ നിന്നായി 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന 60-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. BCM കോളേജും KSC-STE ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസസും തമ്മിൽ അക്കാദമിക് പ്രവർത്തനങ്ങൾ സഹകരിച്ച് നടത്തുന്നതിനായി ധാരണാപത്രം ഒപ്പുവെച്ചു. SRIBS ഡയറക്ടർ ഡോക്ടർ സുരേഷ് CH, BCM കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ തോമസ് KV, കോളേജ് ബർസർ ഫാദർ ഫിൽമോൻ കളത്ര എന്നിവർ ചേർന്ന് ധാരണാപത്രം ഒപ്പുവെക്കുകയും അതിന്റെ ഭാഗമായി ദേശീയ ഗണിത ശാസ്ത്ര ദിനാഘോഷം BCM കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്റർ കോളേജിയേറ്റ് ഗണിതശാസ്ത്ര ക്വിസ് മത്സരവും ഗണിതശാസ്ത്ര പ്രഭാഷണവും സംഘടിപ്പിച്ചു. കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലിജു അലക്സ് ക്വിസ് മത്സരം നയിച്ചു. SRIBS പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ഡോക്ടർ ശ്രീജിത്ത് MM പ്രഭാഷണം നടത്തി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു തോമസ്, കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം മേധാവി മിസ് ആൻ ജോൺസ്, ഗണിതശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനു വർഗീസ്, SRIBS പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ഡോക്ടർ ഈപ്പൻ തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാൻ രാജപുരം സെയിന്റ് പൈസ്റ്റൻ കോളേജിലെ നോയൽ P. ജെയിൻ യോഗ്യത നേടി. 32ാം കേരള ബറ്റാലിയൻ പയ്യന്നൂരിൽ നിന്നും യോഗ്യത നേടിയ കാസർഗോഡ് ജില്ലയിലെ ഏക വിദ്യാർത്ഥിയാണ്. ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചാണ് നോയൽ കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും പ്രതിനിധിയായി ഡൽഹിയിൽ എത്തുന്നത്. സ്ഥിരോത്സാഹിയും ഗായകനും സംഗീത പ്രതിഭയുമായ നോയൽ ഈ നേട്ടത്തിന് തികച്ചും യോഗ്യനെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോസഫ്, NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ തോമസ് കറിയ എന്നിവർ അഭിപ്രായപ്പെട്ടു.
രാജപുരത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും വ്യാപാരിയുമായ ജെയിൻ പി വർഗീസിന്റെയും ജിസയുടെയും മകനാണ്. സഹോദരങ്ങൾ ജോയൽ, ഷിയോണ. കോളേജിനും 32ാം കേരള ബറ്റാലിയനും കാസർഗോഡ് ജില്ലയ്ക്കും അഭിമാനമായ നോയലിനെ കോളേജ് മാനേജ്മെന്റ് പ്രത്യേകം അനുമോദിച്ചു. 2026 ഫാമിലി ബോണ്ടിംഗ് വർഷമായി ആചരിക്കുന്ന ഹ്യൂസ്റ്റൺ സെയിന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ കുടുംബ നവീകരണ വർഷം ഉദ്ഘാടനം ചെയ്തു. ഇടവകയിലെ കുടുംബങ്ങളുടെ ആത്മീയ ഉന്നമനം, കുടുംബ കൂട്ടായ്മ, കുടുംബ ദാമ്പത്യ ബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഫാദർ ഏബ്രഹാം മുത്തോലത്ത്, ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവർ ചടങ്ങുകൾ നയിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. ക്രിസ്തുമസ് രാവിൽ നടന്ന ചടങ്ങിൽ ഈ ഇടവകയിൽ നിന്നും 2025 വിവാഹിതരായ യുവജന ദമ്പതികളെ പ്രത്യേകം ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ബോണ്ടിംഗ് ഫാമിലീസ് കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ, ഇടവക എക്സിക്യൂട്ടീവ് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഇടവക വികാരി ഫാദർ ഏബ്രഹാം മുത്തോലത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവർ ചേർന്ന് ബോണ്ടിംഗ് ഫാമിലി വർഷം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കൈക്കാരന്മാരായ ജായ്ചൻ തയ്യൽ പുത്തൻപുരയിൽ, ഷാജുമോൻ മുകളയിൽ, ബാബു പറയംകാലയിൽ, ജോപ്പൻ പൂവപ്പാടത്ത്, ജെയിംസ് ഇടക്കുതുറയിൽ, ജോസ് പുളിക്കത്തൊട്ടയിൽ, ബിബി തെക്കനാട്ട്, സിസ്റ്റർ റെജി SJC, പാരിഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജ്ഞാനായ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നവീകരിച്ച ഉഴവൂർ ബ്രാഞ്ച് വട്ടുകുളം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ജ്ഞാനായ സൊസൈറ്റി ചെയർമാൻ പ്രൊഫസർ ജോയി മുപ്രാപ്പള്ളയുടെ അധ്യക്ഷതയിൽ ജോസ് കെ മാണി MP ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വിമൻ എംപവർമെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് MLA മുഖ്യപ്രഭാഷണവും ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് ഫൊറോന പള്ളി വികാരി ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ജ്ഞാനായ സൊസൈറ്റി വൈസ് ചെയർമാൻ സൈമൺ M സേവ്യർ മണപ്പള്ളിൽ ഓഹരിപത്ര വിതരണവും ഡയറക്ടർ ബിനോയ് മാത്യു ഇടയാടിയിൽ നിക്ഷേപ സ്വീകരണവും നടത്തി. ജ്ഞാനായ സൊസൈറ്റി ഡയറക്ടർമാരായ തോമസ് ഫിലിപ്പ് പീടികയിൽ, ജോസ് തൊട്ടയിൽ, മാനേജിംഗ് ഡയറക്ടർ മാത്യു PK പാണ്ഡവത്ത്, ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ സിൻസി ജോസഫ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉഴവൂർ യൂണിറ്റ് പ്രസിഡന്റ് സൈമൺ ജോസഫ്, ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻസി കരാക്കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു. ജ്ഞാനായ സൊസൈറ്റി ഡയറക്ടർമാരായ ജിൽമോൻ ജോൺ മഠത്തിൽ, ബേബി സൈമൺ മുളവേലിപ്പുറത്ത്, ജെയിംസ് തോമസ് മലേപ്പറമ്പിൽ, ഷോണി ജേക്കബ് പുത്തൂർ, ജനറൽ മാനേജർ ജോസ് P ജോർജ് പാറടിയിൽ, സീനിയർ മാനേജർ പ്രിൻസ് ജോസഫ് മുതുകുളത്തുംകരയിൽ, ബ്രാഞ്ച് മാനേജർമാരായ അനിൽ P മാണി, ജെയ്സൺ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.